മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഹിമാലയൻ അതിർത്തികളിലും ഇൻഡോ പസഫിക് മേഖലയിലും വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രജ്ഞർ പുതിയ വഴികൾ തേടുകയാണ്. നിലവിൽ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 5ാം തലമുറ പോർവിമാനമായ AMCക്ക് ശേഷം രാജ്യം ഏത് ദിശയിലേക്ക് നീങ്ങണം എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. 6ാം തലമുറയിലെ അതിനൂതന പോർവിമാനങ്ങൾക്കായി പരിശ്രമിക്കണോ, അതോ ശത്രു രാജ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്തുവാൻ ശേഷിയുള്ള ദീർഘദൂര സ്റ്റെൽത്ത് ബോംബറുകൾക്ക് മുൻഗണന നൽകണോ എന്ന കാര്യത്തിൽ ഗൗരവകരമായ സംവാദങ്ങൾ നടക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ DRDO ശാസ്ത്രജ്ഞരോട് 6ാം തലമുറ എഞ്ചിനുകളുടെ വികസനം അടുത്ത 5 മുതൽ 7 വർഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുവാൻ ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിലെ ഗൗരവം വെളിപ്പെടുത്തുന്നു. ചൈന തങ്ങളുടെ അത്യാധുനിക H-20 സ്റ്റെൽത്ത് ബോംബറുകൾ വികസിപ്പിക്കുകയും അടുത്ത തലമുറ പോർവിമാനങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് കേവലം സാങ്കേതിക വിദ്യയിൽ ഒപ്പമെത്തുക എന്നതല്ല, മറിച്ച് യുദ്ധതന്ത്രപരമായ മേധാവിത്വം ഉറപ്പാക്കുക എന്നതാണ് പ്രധാനം. 6ാം തലമുറ പോർവിമാനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡ്രോണുകളുമായുള്ള സംയോജനം, ലേസർ ആയുധങ്ങൾ എന്നിവ വഴി വ്യോമ മേധാവിത്വം ഉറപ്പാക്കാൻ സഹായിക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ ചൈനയുടെ കാര്യത്തിൽ അവരുടെ അതിർത്തിക്കുള്ളിലെ സൈനിക കേന്ദ്രങ്ങളും മിസൈൽ വിക്ഷേപണ തറകളും തകർക്കാൻ ശേഷിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ത്യക്ക് ഇന്ന് ആവശ്യം. ചൈനയുടെ DF-21D, DF-26 തുടങ്ങിയ മിസൈലുകൾ ഇന്ത്യയുടെ അതിർത്തിക്കടുത്തുള്ള വ്യോമതാവളങ്ങളെ ഏത് നിമിഷവും ലക്ഷ്യം വച്ചേക്കാം. ഈ സാഹചര്യത്തിൽ അതിർത്തിക്ക് സമീപമുള്ള താവളങ്ങളിൽ നിന്ന് പോർവിമാനങ്ങൾ പറത്തുന്നത് വലിയ അപകട സാധ്യതയുള്ള കാര്യമാണ്. ഇവിടെയാണ് മനുഷ്യനിയന്ത്രിതമായ ദീർഘദൂര സ്റ്റെൽത്ത് ബോംബറുകളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. മധ്യ ഇന്ത്യയിലോ തെക്കേ ഇന്ത്യയിലോ ഉള്ള സുരക്ഷിതമായ താവളങ്ങളിൽ നിന്ന് പറന്നുയർന്ന് 5000 മുതൽ 12000 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ശത്രു ലക്ഷ്യങ്ങളെ തകർക്കുവാൻ ഇത്തരം വിമാനങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും. ശത്രുവിൻ്റെ റഡാറുകളിൽ പെടാതെ അവരുടെ പ്രതിരോധ നിരകൾ ഭേദിച്ച് ഉള്ളിലേക്ക് കടക്കാനും ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ പ്രയോഗിക്കുവാനും ഇത്തരം ബോംബറുകൾക്ക് ശേഷിയുണ്ടാകും. ചൈനയുടെ വ്യാവസായിക കേന്ദ്രങ്ങൾ, കമാൻഡ് സെന്ററുകൾ, ലോജിസ്റ്റിക്സ് ശൃംഖലകൾ എന്നിവയെ നിഷ്പ്രഭമാക്കുവാൻ ഇതിലൂടെ സാധിക്കും. ഇത് ഇന്ത്യക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു തന്ത്രപ്രധാനമായ കരുത്ത് നൽകുന്നതാണ്. ഈ നീക്കം പോർവിമാനങ്ങളെ പാടെ ഉപേക്ഷിക്കണമെന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് ആവശ്യകതകൾ തിരിച്ചറിഞ്ഞ് മുൻഗണനാക്രമം നിശ്ചയിക്കലാണ്. 2030കളോടെ MK വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുമ്പോൾ അത് പ്രതിരോധ നിരയെ ശക്തമാക്കും. എന്നാൽ ദീർഘദൂര ബോംബറുകൾ കൂടി ഇതിനൊപ്പം ചേരുന്നത് ശത്രുവിനെ പിന്തിരിപ്പിക്കാൻ സഹായിക്കും. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് സ്വന്തമായി ഒരു ദീർഘദൂര ബോംബർ വിമാനം ഉണ്ടായിട്ടില്ല എന്നത് ഈ ആവശ്യത്തിൻ്റെ ആക്കം കൂട്ടുന്നു. ചൈന തങ്ങളുടെ H-20 ബോംബറുകളിലൂടെ ലോകമെമ്പാടും പ്രഹാരശേഷി വർദ്ധിപ്പിക്കുമ്പോൾ 6ാം തലമുറ ബോംബറുകൾ ഇന്ത്യക്ക് ഈ മേഖലയിൽ തുല്യത നൽകും. സാങ്കേതികമായി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഈ യാത്ര. ഉയർന്ന കരുത്തുള്ള എഞ്ചിനുകൾ, ആധുനിക മെറ്റീരിയലുകൾ, AI സാങ്കേതിക വിദ്യ എന്നിവയിൽ വലിയ കുതിച്ചുചാട്ടം ഇതിന് ആവശ്യമാണ്. എങ്കിലും നാഷണൽ എയ്റോ എഞ്ചിൻ മിഷൻ പോലെയുള്ള പദ്ധതികളിലൂടെയും സർക്കാരിൻ്റെ ശക്തമായ പിന്തുണയിലൂടെയും ഇന്ത്യക്ക് ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും. സ്വന്തം ആഭ്യന്തര സുരക്ഷാ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയും ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയും ഇന്ത്യ എടുക്കുന്ന ഈ തീരുമാനം ഏഷ്യയിലെ തന്നെ സൈനിക സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ആകാശത്തെ പരമാധികാരം ഉറപ്പിക്കുവാൻ ഇന്ത്യ പോർവിമാനങ്ങൾക്കൊപ്പം തന്നെ ആക്രമണത്തിൻ്റെ മൂർച്ചയുള്ള ബോംബറുകൾക്കും പ്രാധാന്യം നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.